പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസം പിറന്നതുകൊണ്ട് റജമുമായി ബന്ധപ്പെട്ട മഹത്വങ്ങളാണ് ഖുതുബയിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. റജബിൻ്റെ പോരിശ പറയാൻ നമ്മുടെ മുൻകാല അഇമ്മത്ത് സെപ്പറേറ്റ് ഗ്രന്ഥങ്ങൾ വരെ രചിച്ചിട്ടുണ്ട്. മഹാനായ ഹാഫിൽ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാ സ്വഹീഹുൽ ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ പണ്ഡിതന് മഹാനവർകൾ തെബീനുൽ അജബി ബിമാ വറദ ഫീ ഫദ്ലി റജബ് എന്ന പേരിൽ ഒരു ഗ്രന്ഥം റജബിൻ്റെ മഹത്വം വിശദീകരിക്കാൻ വേണ്ടി മാത്രം രചിച്ചു. അതുപോലെ മുല്ല അലിയുൽ ഖാരി റഹിമഹുല്ലാ അൽ അദബു ഫി റജബ് എന്ന പേരിൽ ഒരു ഗ്രന്ഥം രചിച്ചു. ഇങ്ങനെ നിരവധി പണ്ഡിതന്മാർ റജബിൻ്റെ മഹത്വം പറയാൻ വേണ്ടി മാത്രം ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. എന്നിട്ട് മഹാനായ മുല്ല അലിയുൽ ഖാരി റഹിമഹുല്ലാ ആ ഗ്രന്ഥത്തിൽ റജബുമായി ബന്ധപ്പെട്ട ധാരാളം മഹത്വങ്ങൾ ഹദീസിലൂടെയും മഹാന്മാരുടെ വാക്കിലൂടെയും സമർത്ഥിച്ച് അവസാനം പറഞ്ഞു, യതഹസ്സലു മിൻ ജമീഇ മാ ദുകിറ അന്ന ശഹ്റ റജബിൽ ലഹു ഫളലുൻ അലാ സായിരി ശുഹൂർ. മൊത്തത്തിൽ ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്ന ഒരു കാര്യം, റജബ് മാസത്തിന് മറ്റുള്ള എല്ലാ മാസങ്ങളെയും അപേക്ഷിച്ചുകൊണ്ട് വലിയ മഹത്വമുണ്ട്. എന്തുകൊണ്ട്? കാരണം റജബുമായി ബന്ധപ്പെട്ട ഹദീസുകളും നിരവധി മഹാന്മാരുടെ വാക്കുകളും പരിശോധിച്ചു നോക്കിയാൽ റജബ് സാധാ ഒരു മാസമല്ല, മറ്റു ഇതര മാസങ്ങൾ അപേക്ഷിച്ചുകൊണ്ട് വലിയ മഹത്വമുള്ള മാസമാണെന്ന് ഏവർക്കും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഏത് മാസത്തിനും ദിവസത്തിനും സ്ഥലത്തിനും മഹത്വമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? മനുഷ്യന്മാർ ആ സമയങ്ങളിലൊക്കെ കൂടുതൽ നന്നാവണം എന്നാണ് അതിൻ്റെ അർത്ഥം. പള്ളിക്ക് കൂടുതൽ മഹത്വമുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പള്ളിയിൽ വന്ന് ആളുകൾ കൂടുതൽ ഇബാദത്ത് ചെയ്യണം, ഇബാദത്ത് കൂടുതൽ ചെയ്യുന്നു എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ലൈലത്തുൽ ഖദറിന് മനുഷ്യന്മാർ കൂടുതൽ നന്നാവണം എന്നാണ് ലൈലത്തുൽ ഖദറിന് മഹത്വമുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഹറമുകൾക്ക് വലിയ മഹത്വമുണ്ട് എന്ന് പറഞ്ഞാൽ ഹറമിൽ ചെന്നിട്ട് മനുഷ്യന്മാർ കൂടുതൽ ഇബാദത്ത് എടുക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഏത് ദിവസമാണെങ്കിലും സമയമാണെങ്കിലും സ്ഥലമാണെങ്കിലും അതിനൊക്കെ മഹത്വമുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ആ സ്ഥലങ്ങളിലും സമയങ്ങളിലും മനുഷ്യൻ കൂടുതൽ ഇബാദത്ത് ചെയ്ത് റബ്ബിലേക്ക് അടുക്കാൻ ശ്രമിക്കണം, തെറ്റുകളിൽ നിന്ന് കൈവിൻ്റെ പരമാവധി വിട്ടു നിൽക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. അതന്നെയാണല്ലോ ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റജബ് പിറക്കുമ്പോൾ ദുആർന്ന് വാങ്ങിയിരുന്നത്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. റജബിലും ഷഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ബറക്കത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സിയാദത്ത് എന്നാണ്. ഞങ്ങൾക്ക് നീ വർധനവ് നൽകണം, ഞങ്ങൾക്ക് നീ ജാസ്തിയാക്കി തരണം എന്നാ അതിൻ്റെ അർത്ഥം. എന്താ ഈ ജാസ്തി ആക്കേണ്ടത്? മിർക്കാത്തിൽ മുല്ല അലിയുൽ ഖാരി തങ്ങൾ കൂട്ടിക്കൊടുത്തു, ഞങ്ങൾക്ക് നീ ഫീ ഇബാദത്തിനാ വതാഅത്തിനാ റജബിലും ഷഅബാനിലും ഞങ്ങളുടെ ഇബാദത്തുകൾ നീ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണം എന്നാണ് നബിതങ്ങൾ ദ്വാരന്ന് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ഇബാദത്ത് ചെയ്യലാണ് സമയങ്ങളും മാസങ്ങളും മഹത്വമുള്ളതാവുക എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ റജബ് വരുമ്പോൾ നമ്മൾ കൂടുതൽ ഇബാദത്തുകൾ ചെയ്യണം. ഇനി അതിന് പറ്റുന്നില്ലെങ്കിലോ ചെയ്യുന്ന കുറ്റങ്ങൾ കുറച്ചാൽ അതന്നെ ഒരു നന്മയാണല്ലോ. ഒരാൾക്ക് നന്നാവാൻ കഴിയുന്നില്ല എന്നാൽ മോശമാവാതിരിക്കാന്ന് പറഞ്ഞാൽ അതന്നെ ഒരു തരം നന്നാവലാണല്ലോ. അപ്പോൾ റജബ് വരുമ്പോൾ നമ്മളെ കൊണ്ട് കൂടുതൽ ഇബാദത്ത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം, പറ്റിയില്ലെങ്കിൽ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ തെറ്റുകൾ കൈവിൻ്റെ പരമാവധി കുറക്കാൻ വേണ്ടി ശ്രമിക്കണം. ഗുന്യയിൽ മഹാനായ ദുന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നത് കാണാം. മഹാനവറുകൾ പറഞ്ഞു, റജബ് എന്ന് പറഞ്ഞാൽ അതെന്തിനുള്ളതാ? ലിദഫ്ഇൽ ആഫാത്ത്, തെറ്റുകളും കുറ്റകൃത്യങ്ങളും കുറക്കാൻ വേണ്ടിയുള്ളതാണ് റജബ്. ഷഅബാൻ എന്തിനുള്ളതാ? ലിസ്തിഅമാലി ത്വാഅത്ത്, കൂടുതൽ മനുഷ്യൻ ത്വാഅത്തുകൾ ചെയ്ത് ഇബാദത്തുകൾ ചെയ്ത് റബ്ബിലേക്ക് അടുക്കാൻ വേണ്ടിയുള്ളതാ. റമളാൻ എന്തിനുള്ളതാ? ലിൻതിദാരിൽ കറാമാത്ത്, തെറ്റുകൾ കുറച്ച് നന്മകൾ കൂടുതൽ ചെയ്യുമ്പോൾ റബ്ബിൽ നിന്ന് ധാരാളം ബഹുമതികളും ആദരവുകളും നമുക്ക് വരാനുണ്ട്. പിന്നെ ആദരവുകളും ബഹുമാനങ്ങളും കാത്തിരിക്കാനും പ്രതീക്ഷിക്കാനുള്ളതാണ് റമളാൻ മാസം. ഇതിനൊന്നും ഒരാളെ കിട്ടുന്നില്ല. നിങ്ങൾ ഖുതുബയിൽ കേട്ടിട്ടുണ്ടാവും, എന്തു വന്നാലും നന്നാവാത്ത കുറേ മനുഷ്യന്മാരുണ്ട്. അങ്ങനെയുള്ള ആളുകളെ പറ്റി ഒന്നേ പറയാനുള്ളൂ, മിൻ അഹ്ലി തുർറഹാത്ത്. അത്തരം ആളുകൾ ദുനിയാവിൽ ഒരു ഭാരം എന്നല്ലാതെ ഒരു പ്രയോജനവും ഒരു ഉപകാരവും ഇല്ലാത്ത ജാതിയിൽപ്പെട്ടതാണ്. നല്ല മാസങ്ങൾ വന്നിട്ടും നന്നാവാത്തവരെന്നാണ് ദുന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഗുന്യയിൽ ഉദ്ധരിച്ച് കാണുന്നത്. അപ്പോൾ തെറ്റുകൾ കൈവിൻ്റെ പരമാവധി കുറച്ച് നന്മകൾ കൂടുതൽ ചെയ്ത് ജീവിക്കുക.
നല്ല നല്ല സമയങ്ങളും ദിവസങ്ങളും ഉപയോഗപ്പെടുത്തുക. മഹാന്മാരുടെ ചരിത്രങ്ങളൊക്കെ വായിച്ചു നോക്കുമ്പോൾ അവരെ മുന്നിൽ നമ്മൾ എന്തിനു പറ്റും? മഹാനായ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നിങ്ങൾ വായിച്ചാൽ, ഖസസുൽ ഹിമ്മ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മഹാനവറുകളുടെ ചെറുപ്പകാലത്തിൽ നടന്ന ഒരു സംഭവം വിശദീകരിക്കുന്നുണ്ട്. അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ മഹാനവറുകളുടെ ചെറുപ്പകാലത്തിൽ തഹജ്ജുദ് നിസ്കരിക്കൽ ഉണ്ടായിരുന്നില്ല പോലും. തഹജ്ജുദ് നിസ്കരിക്കൂല. അങ്ങനെ മഹാനായ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു ഖുർആൻ ഹിഫ്ളാക്കി, മനപ്പാഠമാക്കി. അങ്ങനെ അവസാന ഭാഗം സൂറത്തുൽ മുസമ്മിൽ എത്തിയപ്പോൾ നബി തങ്ങളെ വിളിച്ചിട്ട് അല്ലാഹു പറയുന്നുണ്ട്, യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ. നബിയെ, തങ്ങൾ രാത്രിയുടെ ബഹുഭൂരിഭാഗവും തഹജ്ജുദ് നിസ്കരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മളെ പോലെ തഹജ്ജുദ് സുന്നത്തല്ല. നബി തങ്ങൾക്ക് തഹജ്ജുദ് നിസ്കാരം നിർബന്ധമാണ്. ഈ ആയത്ത് മനപ്പാഠമാക്കിയപ്പോ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു വാപ്പച്ചിയോട് ചോദിക്കുന്നുണ്ട്, ആരെ വിളിച്ചിട്ടാണ് പടച്ചോ നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്? അപ്പൊ വാപ്പ പറഞ്ഞു, അത് നബി തങ്ങളെ വിളിച്ചിട്ടാ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഓതി 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 കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ, ഇന്ന റബ്ബക യഅലമു അന്നക തഖൂമു അദ്നാ മിൻ സുലുസൈൽ ലൈലി വനുസ്ബഹു വസുലുസഹു വതായിഫത്തും മിനല്ലദീന ആമനൂ മഅക. നബിയെ, തങ്ങൾ മാത്രമല്ല തങ്ങളോടുകൂടെ ഒരു വിഭാഗം ആളുകളും കൂടി തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട് എന്ന കാര്യം തങ്ങളുടെ രക്ഷിതാവിന് അറിയാമെന്ന് ആയത്തെത്തിയപ്പോ അബൂ യസീദുൽ ബിസ്താമി തങ്ങൾ ചോദിക്കുക, ഏതാണ് ആ ത്വായിഫത്ത്? തങ്ങളോടുകൂടെ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആ കൂട്ടർ ഏതാ? അപ്പൊ വാപ്പച്ചി പറഞ്ഞു, അത് സ്വഹാബത്തിനെ പറ്റി പറഞ്ഞതാ. ഇത് രണ്ടും കൂടി കേട്ടപ്പോൾ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫഅയ്യു ഖൈരിൻ ഫീ തർഖി മാ അമിലൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബു. നബി തങ്ങൾ തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ പറയുന്നു, സ്വഹാബത്ത് തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. സ്വഹാബത്തും നബി തങ്ങളും ചെയ്തിട്ടുള്ള ഒരു കാര്യം ഒഴിവാക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ പിന്നെ എന്ത് നന്മയായുള്ളത്? ഈ വാക്ക് വാപ്പക്ക് വലിയ ഇബറത്തായി പോയി, വലിയ പാഠമായി പോയി. മഹാനവറുകളും തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു രാത്രി നോക്കുമ്പോൾ വാപ്പച്ചി ഇങ്ങനെ നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, വാപ്പച്ചി എനിക്കും നിസ്കരിക്കണം എന്ന് ആഗ്രഹമുണ്ട്, തഹജ്ജുദ് നിസ്കരിക്കണം. പ്രായപൂർത്തി എത്തിയിട്ടില്ല, ചെറിയ കുട്ടിയാ. അന്നേരാ ചോദിക്കുന്നത്, എനിക്കും തഹജ്ജുദ് നിസ്കരിക്കണം എന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ഉളു എടുക്കാനും നിസ്കരിക്കാനും എനിക്കൊന്ന് പഠിപ്പിച്ചു തരുമോ? അപ്പോൾ വാപ്പ, പൊതുവേ വാപ്പയും ഉമ്മയും മക്കളും ഉറങ്ങുന്നതാണല്ലോ ഇഷ്ടപ്പെടുക. വാപ്പ പറഞ്ഞു, ഇന്നക്ക സ്വഗീറുൻ, മോനെ നീ ചെറുതല്ലേ, കുറച്ച് കഴിയട്ടെ എന്ന് സ്നേഹത്തോടു കൂടെ പറഞ്ഞപ്പോൾ മഹാനായ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖുർആൻ കുറച്ചും കൂടി അങ്ങ് ഓതി നോക്കിയാൽ സൂറത്തുൽ ആദിയാത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്, യൗമൈദിൻ യസ്തുറുന്നാസു വസ്താതൽ ലിയുറൗ അഅമാലഹും. നാളെ പരലോകത്ത് മഹ്ശറിൽ മനുഷ്യരുടെ ഹിസാബെല്ലാം കഴിഞ്ഞാൽ അവനവൻ ചെയ്തതായ നന്മ തിന്മകളുടെ റിസൾട്ട്, അതിൻ്റെ പ്രതിഫലം അനുഭവിക്കാൻ വേണ്ടി മനുഷ്യരെ കൂട്ടം കൂട്ടങ്ങളായി വേർതിരിച്ച് നരകത്തിലേക്കും സ്വർഗത്തിലേക്കും പറഞ്ഞേക്കുന്ന ഒരു രംഗം പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അന്നേരം എൻ്റെ റബ്ബെന്നാലും എന്നെ നരകത്തിലേക്കാണ് പറഞ്ഞേക്കുന്നതെങ്കിൽ എനിക്കെൻ്റെ റബ്ബിനോട് പറയേണ്ടി വരും, പടച്ചോനെ, ഞാൻ നിസ്കരിക്കാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ എൻ്റെ വാപ്പയായിരുന്നു എനിക്ക് തടസ്സം. അങ്ങനെ ഞാൻ പറയേണ്ടി വരും. അത് വാപ്പ എന്തുകൊണ്ടും ഇഷ്ടപ്പെടൂലല്ലോ. അപ്പൊ അങ്ങനെ പറയേണ്ട ഗതികേട് എനിക്ക് വരാതിരിക്കാൻ വാപ്പച്ചി എന്നെയും കൂടി തഹജ്ജുദ് നിസ്കാരത്തിന് വേണ്ടി ഉണർത്തണം. ഇത് പറഞ്ഞപ്പോൾ വാപ്പയും പറഞ്ഞു, ശരി തന്നെയാ. അങ്ങനെ മഹാനവറുകളെയും കൂടി തഹജ്ജുദിനെ വിളിച്ചുണർത്തി. മഹാനവറുകളും കൂടി തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി ചെറിയ പ്രായത്തിൽ തന്നെ തുടങ്ങി. നമ്മളെ മക്കള് തഹജ്ജുദ് നിസ്കരിക്കേണ്ട ഒരു ഫർള് നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരായി കിട്ടിയ അത് തന്നെ നമുക്ക് മതി, ധാരാളം അല്ലെ. മുത്തഖീങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ ഹുദയാണെന്ന് പറഞ്ഞിട്ട് അതിന്റെ അപ്പുറം മുത്തഖീങ്ങൾ എങ്ങനെയാ പരിചയപ്പെടുത്തിയത്? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂനസ് സ്വലാ. അള്ളാഹുവിലും പരലോകത്തും വിശ്വാസം ഉണ്ടാവണം. നിസ്കാരം, ഫർള് നിസ്കാരം മുറക്ക് നിർവഹിക്കണം. അപ്പൊ നമ്മളെ മക്കളൊന്ന് ഫർള് നിസ്കരിക്കുന്നവരായി കിട്ടിയാൽ തന്നെ ആഖിറത്തിൽ നമുക്കത് വലിയൊരു സമ്പാദ്യമാണ്. ഇത് മക്കളെ ഭൗതിക താല്പര്യങ്ങൾ മൂത്ത് അവരെന്തെങ്കിലും ഒരു നല്ലത് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുമ്പോൾ മാതാപിതാക്കൾ തന്നെ മക്കളെ ഇത്തരം നല്ല കാര്യങ്ങളിൽ നിന്ന് മുടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിപ്പോവാന്ന് പറഞ്ഞാൽ
അത് നേരത്തെ പറഞ്ഞതുപോലെ ആഖിറത്തിൽ നരകത്തിലേക്കും സ്വർഗത്തിലേക്കും മനുഷ്യരെ ചേരിതിരിച്ചു വിടുന്ന സന്ദർഭം നമുക്കെതിരെ നമ്മുടെ മക്കൾ സംസാരിക്കുന്നതിലേക്ക് കൊണ്ടെത്തിക്കുന്ന കാര്യമാണെന്ന ബോധം നമുക്ക് ഓരോരുത്തർക്കും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമാക്കപ്പെട്ട റജബിലും ശഅബാനിലൊക്കെ ധാരാളം നന്മകൾ ചെയ്ത് റമദാനെ വരവേൽക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലൻ നബിയിൽ മുസ്തഫ